ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ആറാട്ടുപുഴയിലാണ് കേട്ടോ. പ്രശസ്തമായ ആറാട്ടുപുഴ പൂരം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. തൃശ്ശൂർ പൂരമൊക്കെ തുടങ്ങണേക്ക് മുമ്പുള്ളതാണ് ആറാട്ടുപുഴ പൂരം. ആറാട്ടുപുഴ പൂരത്തിൻ്റെ കുറേ പ്രശസ്തിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെയാണ് ദേവസംഗമൊക്കെ നടക്കുന്നത്. ഇനി നമ്മൾ പോണത് മന്ദാരക്കടവ് എന്നൊരു കടവുണ്ട് ആറാട്ടുപുഴയിൽ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അവിടെയാണ് ഭഗവാന്റെ ആറാട്ടമൊക്കെ നടക്കുക. അവിടെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ബലിതർപ്പണം നടക്കുന്നതാണ്. വസിഷ്ഠമുനിയൊക്കെ തപസ് ചെയ്ത സ്ഥലമാണ്. ഇതാ ആറാട്ടുപുഴയുടെ അടുത്തെത്തി നമ്മൾ. ഇവിടെയാണ് മന്ദാരക്കടവ്. ഇതല്ലേ, ഇത്രയും വലിയൊരു മന്ദാരം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കുറേ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് നിറയെ മന്ദാരം വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അതിൽ ഇപ്പോൾ പൂക്കളില്ല, പക്ഷെ നല്ല പൂക്കളൊക്കെ ഉള്ള സമയത്ത് നിറച്ചിങ്ങനെ നല്ലൊരു ഭംഗി കിട്ടും. ഇതാണ്ടില്ലേ, ഇതുണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത കേട്ടോ. കാരണം ഇവിടെ ബലിതർപ്പണം മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ, അസ്ഥി ഒഴുക്കാൻ പാടില്ല എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ദേവപ്രശ്നത്തിൽ നോക്കിയപ്പോൾ അസ്ഥി ഒഴുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ബലിയിടൽ മാത്രമേ ഉള്ളൂ. എന്നും ബലിയിടലുണ്ട് കേട്ടോ. അവിടെ എല്ലാ ദിവസവും ഉണ്ട്. ഇവിടെ ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റാണ് ഈ ബലിതർപ്പണമൊക്കെ ഇവിടെ നടത്തുന്നത്. അവരിവിടെ സാമൂഹ്യമായിട്ടൊക്കെ നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണ ഒരു ശിവരാത്രി കമ്മിറ്റി എന്നാണ്, ആഘോഷ കമ്മിറ്റി, അങ്ങനെയാണ് അവരുടെ ആ ഒരു ട്രസ്റ്റിൻ്റെ പേര്. അവരവിടെ സ്ഥലമൊക്കെ കാണില്ല, ആ സ്ഥലമൊക്കെ ഏറ്റെടുത്ത് ആ സ്റ്റെയറൊക്കെ പിടിപ്പിച്ച് കാണില്ലേ, അങ്ങനെ കുറേ സ്റ്റെയറൊക്കെ അതിൻ്റെ തൊട്ടപ്പുറത്താണ് അവരുടെ ആ ബിൽഡിങ്. അപ്പോൾ തലേ ദിവസം വരുമ്പോൾ നമുക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വസിഷ്ഠമുനിയൊക്കെ തപസ് അനുഷ്ഠിച്ച കാരണം ഇവിടെ ബലിയിടുന്നതിന് ഒരു പ്രാധാന്യമൊക്കെ ഉണ്ട്. ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇവിടെ ശാന്തിയുണ്ട്, ഇളയതും ഉണ്ട് കേട്ടോ. കർമ്മങ്ങൾ, ശാന്തി കർമ്മങ്ങൾക്ക് വേണമെങ്കിൽ ശാന്തി കർമ്മമുണ്ട്, ഇളയതിൻ്റെ കർമ്മങ്ങൾക്ക് വേണമെങ്കിൽ ഇളയതിൻ്റെ കർമ്മമുണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. സ്റ്റെയറൊക്കെ ഉണ്ട്, കുറേ സ്റ്റെയർ ഉണ്ട് സ്റ്റീലിൻ്റെ പിടിപ്പിച്ചിരിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ശിവരാത്രിക്കൊക്കെ ഇതുണ്ട്. ഇത് ശിവൻ്റെ അമ്പലമാണ്. ഇവിടുത്തെ ഒരു ചെറിയൊരു ആലൊക്കെ വെച്ചിട്ട് ഇവിടെ നിന്നാണ് അങ്ങനെ നമ്മൾ ബലിയിടാനൊക്കെ ഇങ്ങനെ ഇരിക്കുക. അറ്റം വരെ ഇരിക്കുക കേട്ടോ. വളരെ ദൂരം അങ്ങോട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നണത് ഒരു 1/2 കിലോമീറ്ററോളം ഉണ്ടാവുമായിരിക്കും ഇതിൻ്റെ ഇങ്ങനെ ഈ ദൂരം. ഇത്രയും ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ പുഴയായ കാരണം നമുക്ക് ബലിയിടുമ്പോൾ അതിൻ്റെ ഒരു സമാധാനം നമുക്ക് കിട്ടും. ഒലിച്ചു പോണ വെള്ളത്തിൽ ബലിയിടണം എന്നാണല്ലോ പഴയ ശാസ്ത്രം. നമസ്കാരമുണ്ട്. എന്താ പേര് ഇളയതിൻ്റെ? സന്തോഷം. ഇളയത്. വീട് എവിടെ വരുന്നത്? കുറ്റൂര്. ഇവിടെ നീതിരക്കാവിൻ്റെ അമ്പലത്തിൻ്റെ അവിടെയാണല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെ ഈ കർമ്മങ്ങളൊക്കെ ദിവസം കുറേ ആൾക്കാരുണ്ടാവില്ലേ? വാവ് വലിക്കൊക്കെ ഭയങ്കര ഇതാവില്ല. ഈ ആറാട്ടുപുഴയൊക്കെ ഉള്ള കാരണം ഭയങ്കര ഇതല്ലേ, അയ്യപ്പനൊക്കെ ഉള്ള കാരണം. പിന്നെ ശിവൻ്റെ ഒരു ഇതും കൂടി ഉണ്ടല്ലോ അവിടെ അല്ലേ. ശരി.